മിലിറ്ററി എന്ന് പറയുന്നത് ആക്ച്വലി കാർഗിലിനടുത്ത് ഒരു പോസ്റ്റ് 43 ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും 2 ബങ്കറുകൾ. അപ്പം ഞങ്ങൾ ജനറലി ഈ ബങ്കറിനെയൊക്കെ പിക്കറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ 2 ബങ്കറിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാർഡ്ലി ഒരു 20 മീറ്റേഴ്സേ ഉള്ളൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പി വേലിയോ ഇതൊന്നുമില്ല. ഒരു 2 മലയുടെ അപ്പുറത്തുപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ. 2 മലയുണ്ട്, ഇങ്ങനെ ഒരു മല പിന്നെ വേറൊരു മല. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജിൽ ഇന്ത്യ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ജോഷി സാറിൻ്റെ പടം സലാം കാശ്മീർ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്താണ്. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതിനകത്തൊരു കഥ ബിൽഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അന്നിങ്ങനെ ഒരു ഒറ്റപ്പെട്ടൊരു മല കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിനകത്തുനിന്നൊരു കഥ എടുക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതിൽ ബേസിക്കലി എല്ലാവരും മേജറിയുടെ പടം എന്ന് പറയുമ്പോൾ ഒരു വാറ്, വെടിവെപ്പ് സംഭവങ്ങളെല്ലാം അത് തന്നെയാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. മിലിറ്റൻസി, ആ മിലിറ്റൻസിക്കകത്ത് നമ്മുടെ ഇവിടെ ജാതി മത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മിലിറ്റൻസിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ വളരുന്നു, നമ്മുടെ നാട്ടിൽ എങ്ങനെ എന്തെല്ലാം അൺട്രസ്റ്റുകൾ ഇവരുണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെയാണ് പ്രമേയങ്ങളുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത് 2 പട്ടാളക്കാർ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നു. ഇവരൊരു 5-6 മാസം ഒറ്റയ്ക്ക് അവിടെ താമസിക്കണമെങ്കിൽ മനുഷ്യന്മാർക്ക് എന്ത് തന്നെയാലും ശരി, ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് വരും. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പട്ടാളക്കാരൻ്റെ കഷ്ടപ്പാട് എന്താണ്? അവന് കത്ത് വരുന്നില്ല, അവനൊരു ടെലിഫോൺ കണക്ഷൻ ഇല്ല കറക്റ്റായിട്ട്, ഒരു പട്ടാളത്തിൻ്റെ ഒരു വയറും കൊണ്ടുപോയിരിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടിൻ്റെ ഉള്ളിലും അവൻ രാജ്യസ്നേഹിയായിട്ടൊരു മനുഷ്യനായിട്ട് അവിടെ നിൽക്കുകയാണ്. അവൻ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ആ പേടിയുടെ ഉള്ളിലും അവൻ ചില സമയത്ത് ആ പേടിയെല്ലാം അങ്ങ് മറക്കും. ഒരു സിറ്റുവേഷനിൽ ഇതിനകത്ത് ശത്രു വന്നു. ശത്രു ആരാണ്? ജനറലി ഇവിടെ എല്ലാവരും വിചാരിക്കും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിലിരിക്കുന്ന 2 പേരാണ് ശത്രുക്കൾ. ആക്ച്വൽ സിനാരിയോയിൽ ഇവരൊരിക്കലും ശത്രുക്കളല്ല. കാരണം ഇവർക്കൊരു യുദ്ധത്തിൻ്റെ ഓർഡർ വരാതെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ട് കൊല്ലാറൊന്നുമില്ല. നോർമൽ ചില ഇൻസിഡൻസൊക്കെ കേൾക്കും, ബോർഡറിൽ അതുണ്ടായി ഇതുണ്ടായി, പക്ഷെ ബോർഡറിലില്ല. ഇതെല്ലാം നടക്കുന്ന ലൈൻ ഓഫ് കൺട്രോളിലാണ്. അപ്പം അതിനൊക്കെ ഞാൻ വിശദമായിട്ട് വിശദീകരിച്ചുകൊണ്ട് ഇവർ 2 പേരും, ഈ ഇന്ത്യക്കാരനും പാകിസ്ഥാനും കൂടിയിട്ടുള്ള ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഡെവലപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ഈ 6 മാസത്തിനകത്ത് വളരെയധികം ഇമോഷണലായിട്ട് അവർ ബോണ്ടിങ്ങായി. 2 പേരുടെയും ഫാമിലിയെക്കുറിച്ചിട്ട് ഇവർക്കറിയാം. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരൻ ചില സമയത്ത് പറയും, നിനക്ക് അവിടെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നുവിടാന്ന്. അവൻ പറയും കേൾക്കാനൊക്കെ സുഖമുണ്ട്, പക്ഷേ അത് ജനറലി അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മൈൻഡിൽ കൂടെയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഇതാണ് ഈ പിക്കറ്റ് 43യുടെ ഒരു കഥ. ഒരു സൗഹൃദത്തിൻ്റെ നമ്മളെ അവസാനം ഒന്ന് കണ്ണു നിറയിപ്പിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളുണ്ട് അതിനകത്ത്. വാർ എന്ന് പറയുന്നത് ഇതിനകത്ത് വാറല്ല, ഒരു മിലിറ്റൻസിയുടെ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റും ആക്ഷൻസും നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേക സ്ക്രീൻ പ്ലേ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് അബൌട്ട് പിക്കറ്റ് 43. ഇപ്പോൾ കഴിഞ്ഞ 5 പടങ്ങളും അതെ. ഈ 5 പടങ്ങളും ഞാൻ അണ്ടർ 30 ഡേയ്സിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മാക്സിമം ഒരു ഷൂട്ട് ഡേയ്സ് എന്ന് പറയുന്നത് കർമ്മയോദ്ധ കർമ്മയോദ്ധയായിരുന്നു. 29 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതല്ലെങ്കിൽ ആദ്യത്തെ പടം തൊട്ടിട്ട് എല്ലാം ഈ 25-27 ഇടയ്ക്കാണ് തീർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇപ്പോൾ ഒരു പടം കഴിഞ്ഞിട്ട് വേറൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് 1-1.5 കൊല്ലത്തോളം ഞാൻ എടുക്കുന്നുണ്ട്. സ്വന്തമായിട്ടിരുന്നിട്ട് എഴുതി ഉണ്ടാക്കി അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം ഈ ടേബിളിൽ ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണോ, ഇത് വേണ്ട, ആദ്യം എഴുതുമ്പോൾ ഇത് വേണമെന്ന് തോന്നും, പിന്നീട് കുറച്ച് വായിച്ച് നോക്കുമ്പോൾ അത് വേണ്ടാന്ന് തോന്നും. ഇങ്ങനെ ഒരു റഫ് എഡിറ്റ് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായൊരു ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ച ഒരു ചോദ്യം, ഈ പടം എന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു 35 ദിവസത്തിൻ്റെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് പടം തീർന്നപ്പം 22 ദിവസമേ ആയുള്ളൂ. പടം നമ്മളത് തീർത്തു. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. മലയാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ശരി തന്നെയാണ്. ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സ്നോഫോൾ വേണം, സ്നോയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ യൂണിറ്റിനെയും കൊണ്ട് പോയ സമയത്ത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാം എൻ്റെ യൂണിറ്റിനെക്കുറിച്ച്. മലയാളികളായിട്ടുള്ള എൻ്റെ യൂണിറ്റിൻ്റെ ആളുകൾ, അവർ കാരണമാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. കാരണം കാശ്മീരിൽ നിന്ന് നമ്മൾ ലോക്കൽ പോർട്ടേഴ്സിന് ഈ സാധനങ്ങളും ജനറേറ്ററെല്ലാം കൂടെ തലയിൽ ചുവന്നുകൊണ്ട് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എംപ്ലോയ് ചെയ്തുള്ളവർ പോലും വീക്കായിട്ട് അവർ വഴിയിലൊക്കെ സാധനം ഇട്ടിട്ട് അന്ന് ജോലിക്ക് വരില്ല, അങ്ങനെ പോവും. ഈ സാധനത്തിനെ മുഴുവൻ അവിടെ എൻ്റെ ലൊക്കേഷനിൽ എത്തിച്ചു തന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാവുന്ന എൻ്റെ മലയാളി യൂണിറ്റിൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പം അവരത് തൂക്കിക്കൊണ്ട് 500 കിലോൻ്റെ ആ ചെറിയ ജനറേറ്റർ അടക്കം 4 പേര് തൂക്കിക്കൊണ്ടുവന്ന് അവിടെ വെക്കുന്ന ഈ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പം ഇവിടെ അത് കേൾക്കുമ്പോൾ നോർമലായിട്ട് തോന്നും. പക്ഷേ അവിടെ ഇവർ ഈ നടന്ന് കയറി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു വഴിയൊന്നുമില്ല, മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഓരോ അടി വയ്ക്കുമ്പോഴും 1.5 അടി താഴത്തേക്ക് കാല് പോവുകയാണ്, കാരണം അത്രയും സ്നോ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം പിടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ആക്ച്വലി അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇത്ര വിചാരിച്ച ദിവസം കൊണ്ട് തീർക്കാനും ഇതിനെല്ലാം സഹായിച്ചിരിക്കുന്നത്. സോ ഐ റിയലി താങ്ക് ദം. അതാണ് എൻ്റെ ലൊക്കേഷൻസ് എല്ലാം അങ്ങനെ ഡിഫിക്കൽട്ട് ലൊക്കേഷൻസാണ്. അവിടെ ഞാൻ എൻ്റെ പടം തുടങ്ങുമ്പോൾ ആദ്യം ഞാൻ താങ്ക്സ് കാർഡ് ഇടുന്നതും അതുകൊണ്ടാണ്. എൻ്റെ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി. കാരണം അവരില്ലെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല. ബട്ട് അവരുടെ ഒരു കോപ്പറേഷനാണ് ഈ സിനിമ ഇങ്ങനെ 22 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയതും വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സമ്മറിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഈ മഞ്ഞൊന്നുമില്ല, അപ്പം നോർമൽ സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്നാലും ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം കാശ്മീരീസ് അവിടുത്തെ ലോക്കൽ ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ മലയാളീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ ഈ ലോഡെല്ലാം എടുത്തിട്ട് കയറ്റി കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഈ സിനിമ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്തായിരുന്നു, എവിടെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്, എത്ര ഡിഫിക്കൽട്ട് ഏരിയ ആണെന്നുള്ളത്. സോ ഐ റിയലി താങ്ക് മൈ യൂണിറ്റ് ഫോർ ദിസ് തിങ്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. താങ്ക്സ് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പടത്തിൻ്റെ ഒരു ഹീറോൻ്റെ കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഇതിനകത്ത് പൃഥ്വിരാജാണ്. ഞാൻ ആദ്യമായിട്ടാണ് രാജുവും ഞാനും കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ കുട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മിലിറ്ററി സ്കൂൾ, സൈനിക് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ അവിടെയുണ്ട്. പ്ലസ് ഹീ ഈസ് വെരി ഇൻ്റലക്ച്വൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഈ കാര്യങ്ങളെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഡിഫിക്കൽട്ട് ടെറൈൻ ആണെങ്കിലും ശരി, ഈ ഹാർഡ് വർക്കിംഗ് അവിടെ കിടക്കുമ്പോൾ ഈ പടത്തിന് ഇത് ആവശ്യമാണെന്ന് പറയുന്ന സമയത്ത് ഹീ വിൽ നോട്ട് സേ എനിത്തിങ്. ഒന്നും പറയാതെ ഇത്രയും ഡിഫിക്കൽറ്റി എല്ലാം സഹിച്ചിട്ട് കൃത്യസമയത്ത് 7 മണിക്കൊക്കെ ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തും. 7 മണിന്ന് ഇവിടെ പറയുന്ന സമയത്ത് ഇരുട്ടായിരിക്കും. ആ സമയത്ത് വിൻ്റർ സീസണിൽ ആ സമയത്ത് 7 മണിക്ക് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുമ്പോൾ രാജുവിന് വേണമെങ്കിൽ പറയാം, ചേട്ടാ 9 മണിക്ക് തുടങ്ങാൻ കിട്ടുമെന്ന്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. സോ നടന്മാരുടെ ഒരു കോപ്പറേഷൻ, അത് ഹീറോ ടു ഡൗൺ ബിലോ, എവ്രിബഡി ഈസ് റിയലി. അവർ എന്താ അറിയില്ല, ഞാനാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പറയും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഈ പടത്തിനകത്ത്. സമയം കൊടുത്ത ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ട്. സോ ഐ റിയലി അപ്രിഷിയേറ്റ് പൃഥ്വിരാജ് ഫോർ ദിസ് ഹാർഡ് വർക്ക് വാട്ട് ഹി ഹാസ് പുട്ടൻ. ആൻഡ് എനിക്ക് തന്നിട്ടുള്ള ആ ഒരു കോപ്പറേഷന് ആക്ച്വലി രാജുവിനോട് ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ ഡിഫിക്കൽട്ട് ഏരിയയിൽ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന മോഹൻലാലുമായിട്ടാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഒരു കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ യങ് ജനറേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് രാജുവായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ദാറ്റ് എ വെരി ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ. അതുപോലെ തന്നെ രാജു വന്നു കഴിഞ്ഞാൽ ഷോട്ട് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രാജുവിൻ്റെ മൊബൈൽ രാജുവിൻ്റെ കയ്യിൽ കാണില്ല, ഒരിക്കലും സെറ്റിന്ന് പോവില്ല. നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഈവൻ ടെക്നിക്കൽ സൈഡിലടക്കം ദർ വാസ് ലോട്ട് ഓഫ് സജഷൻസ് വിച്ച് യൂസ് ടു കമൻറ്റ്. അത് വളരെ ഇൻപുട്ട്, രാജുവിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഹി നോസ് ടെക്നിക്കലി കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അല്ലാതെ മണ്ടത്തരമല്ല ഈ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇറ്റ് വാസ് എ വെരി ഗുഡ് നൈസ് അസോസിയേഷൻ വർക്കിംഗ് വിത്ത് ദിസ് ബോയ് ഇൻ ഫാക്ട്. സോ എവ്രിബഡി, അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ളവരോ ഒരു പട്ടാളക്കാരനായിട്ട് വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളവരും അവരോടെല്ലാം താങ്ക്സ് പറയുന്നത്. അത്രയും ഡിഫിക്കൽട്ട്, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, -20 ഡിഗ്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നാലും നോ ബഡി ക്രിയേറ്റഡ് എ പ്രോബ്ലം. ഒരാളും ഒരു വിധത്തിലുള്ള പ്രശ്നം എനിക്ക് തന്നിട്ടില്ല. സോ ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൂട്ടായ്മയുടെ റിസൾട്ടാണത്. മറ്റുള്ള ക്യാമറമാൻ ജോമോൻ
ടി ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊച്ചുപയ്യൻ, അതുപോലെ ആർട്ട് ഡയറക്ഷൻ ബാവയായിരുന്നു, പിന്നെ പ്രൊഡക്ഷൻ ബാദുഷ, പിന്നീട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഹരി, മേക്കപ്പ് രാജേഷ് പാലക്കാട്, നെന്മാറ രാജേഷ്, കോസ്റ്റ്യൂം സായി ആയിരുന്നു. സംഗീതം രതീഷ് വൈകിയാണ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെക്സ് വിജയനാണ് ചെയ്യുന്നത്, പിന്നെ എഫക്ട്സ് ഒക്കെ എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള പാർട്ടീസുണ്ട്, എല്ലാ പടത്തിലും ചെയ്യുന്ന രാജു, മദ്രാസിൽ രാജു ഉണ്ട്. പിന്നെ മിക്സിങ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. മലയാള ചലച്ചിത്രം എന്ന് മാത്രമല്ല, ചലച്ചിത്ര രംഗത്ത് എല്ലാവരും പറയുന്ന പോലെ ഡിസിപ്ലിൻ എന്നുള്ളത് എന്താണ്, നമ്മൾ സമയത്തിന് വില കൊടുക്കുന്നതാണ് ഡിസിപ്ലിൻ. ഇവിടെ അത് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ 5-6 സിനിമ 9 സിനിമകളുമായി ചെറിയ ചെറിയ സിനിമകളും വെച്ചിട്ട് ഒരിടത്തും എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളാണ്, ഈ കോർഡിനേറ്റർ. ആക്ച്വലി വി ആർ എ കോർഡിനേറ്റർ ആൻഡ് ഗെറ്റിംഗ് ദ വർക്ക് ഔട്ട് ഓഫ് എവറിബഡി. ആ സമയത്ത് ഞാൻ 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 7 മണിക്ക് അവിടെ 6:55 അവിടെ എത്തിയിരിക്കണം. അത് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ലേറ്റായിട്ട് അന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആൾ ലേറ്റായിട്ട് വരില്ല. കാരണം ഡയറക്ടർ അവിടെ 6:55 എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടിയിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് ഈ ഡിസിപ്ലിൻ ഇല്ലായ്മ എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് വരെയുണ്ട്. അപ്പം ഡയറക്ടർ കറക്റ്റ് സമയത്തിനൊക്കെ അവിടെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും എത്തും. ചിലപ്പോൾ പ്രൊഡ്യൂസറടക്കം ഈ 7 മണിക്കൊക്കെ ഡെയിലി എന്തിനാണ് അവരെപ്പോഴാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ടെക്നീഷ്യൻസിന് 7 മണിയിൽ നിന്ന് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ 7 മണിക്കുണ്ട്. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തിയിരുന്നു. എനിക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, ഈ ആൾ പറഞ്ഞ സമയത്ത് എത്തുന്നുണ്ട്. സോ എല്ലാ യൂണിറ്റും അതുപോലെ വരും. ഇത് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് 7 മണിയെന്ന് പറഞ്ഞ് ഞാൻ 9 മണിക്ക് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സോ നോബഡി വിൽ അഗ്രി. ഇപ്പോൾ ഈ പടത്തിനകത്ത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വിൻ്റർ സീസണിൽ സ്നോ ടൈമിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാറില്ല. ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴത്തേക്കും ഈ സാധനം എല്ലാം തണുത്ത് മരവിച്ചിട്ടുണ്ടാവും. സോ ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് പട്ടാളത്തിൻ്റെ ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സും ഇവരെല്ലാം അവർ പറഞ്ഞു സാറിനുള്ള ചാപ്പാടൊക്കെ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവർ ഹോട്ട് കേസിൽ ചാപ്പാട് കൊണ്ടുവരും. അത് ചോറും കറിയൊക്കെ ഉണ്ടായിരിക്കും. അത് 2 പേർക്കോ 3 പേർക്കോ കഴിക്കാനുള്ളത്. പക്ഷേ ഞാനൊന്നിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചാപ്പാട് കഴിക്കാറില്ല. കാരണം എൻ്റെ യൂണിറ്റ് കഴിക്കുന്നത് ഒരു പഴവും ബ്രെഡും സ്ലൈസും ജാമും ആയിട്ടുള്ള ഇത്. അപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അത് കഴിക്കും. സോ എവറിവെയർ ആസ് എ ക്യാപ്റ്റൻ യു ഗോട്ട് ടു ഫോളോ. നമ്മൾ ചില എത്തിക്സ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ അവർ കഴിക്കാം. അപ്പോൾ എന്താണ്, യൂണിറ്റ് കാണുന്ന സമയത്ത് ഡയറക്ടർ കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പോൾ രാജു ആണെങ്കിൽ പാവം ഭയങ്കര വിശപ്പാണ് ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ടും ഒന്നും പറയില്ല. വല്ല ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് ഇങ്ങനെ പോകും. അപ്പം നമുക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ആ ഹീറോയിന് ഉള്ളത് ടേക്ക് കെയർ ആണ്. പിന്നെ ജോമോനോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്തു. പക്ഷേ യൂണിറ്റിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. ആസ് എ ഡയറക്ടർ യു ഗോട്ട് ടു റിയലി ലുക്ക് ആഫ്റ്റർ ദം. അപ്പോൾ അവിടെ ഡിസിപ്ലിൻ വരും. അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ നമ്മൾ പറയുന്നത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. സോ എനിക്കിപ്പം മലയാളം സിനിമ എന്നല്ല, ഈ സിനിമയിൽ എന്താ പ്രശ്നം വെച്ചെങ്കിൽ കുറച്ച് റിലാക്സേഷൻ, നമുക്ക് കുറച്ച് കംഫർട്ടൊക്കെ വരുന്ന സമയത്ത് പലരും റിലാക്സ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ഈ ടൈമിനോടുള്ള ഒരു റെസ്പെക്റ്റ് പോകുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം താളം തെറ്റും. സോ ആസ് എ ഡയറക്ടർ ഇഫ് യു ഫോളോ ദാറ്റ്, ഐ തിങ്ക് എവറിബഡി വിൽ ഫോളോ ദാറ്റ്. നായിക എന്ന് പറഞ്ഞാൽ നായികയുണ്ട്. പക്ഷേ എല്ലാ പടത്തിലും പോലെ തന്നെ എൻ്റെ സിനിമയിൽ അവർ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ വന്നു പോകും. അല്ലാതെ ഇത് പാട്ടും പാടി നടക്കാനോ അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെയൊരു റൊമാൻറ്റിക് അതിൻ്റെ ഒരു കഥാനായകൻ, ഐ മീൻ ഹീറോയുടെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ഓർക്കുന്നു എനിക്കിങ്ങനൊരു കാമുകി നാട്ടിലുണ്ട്, അവളുമായിട്ട് ഞാൻ ചിലവഴിച്ച സമയം. ഇതൊക്കെ ആണ്. അത് ഇവിടുന്നാണെങ്കിൽ ശരി, പാകിസ്ഥാനിയുടെ ആണെങ്കിലും 2 പേർക്കുണ്ട് ഹീറോയിൻസ്. അവരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കഥ പറയുന്ന മുഴുവൻ ഈ 8 മാസത്തിൻ്റെ ഡ്യൂറേഷനിലാണ്. ഇതിൽ ഇവരുടെ ഓർമ്മകളിൽ കൂടെ വരുന്ന കുറേ സംഭവങ്ങളാണ്. സോ ഹീറോയിൻ എല്ലാവരും ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള കുട്ടികളാണ്. എനിക്ക് കാരണം ഈ 2, 3, 4 ദിവസത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഐ കനോട്ട് അഫോർഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബഡ്ജറ്റഡ് ഹീറോയിൻ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള 2 കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.